വെൽക്കം ടു കോലിൻ ക്ലാസ്. നമുക്ക് ബാങ്കിങ്ങിൽ നിന്നും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് വാലിഡ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ്. ഓപ്ഷൻസ് എ 1 month, ബി 2 months, സി 3 months ആൻഡ് ഡി നോ ലിമിറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ സി 3 months. ക്വസ്റ്റ്യൻ ഇവിടെ ഡിമാൻഡ് ഡ്രാഫ്റ്റിന്റെ വാലിഡിറ്റി പീരീഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എത്ര കാലയളവിലേക്കാണ് അത് വാലിഡായി നിൽക്കുന്നത്. ഡി നമ്മളെല്ലാവരും ബാങ്കിൽ പോകുന്നതാണ്, നമുക്കറിയാം അല്ലേ? ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡി ആണെന്ന്. പക്ഷേ ഈ ഡിക്ക് വേറൊരു പേരുണ്ട്. എന്താ? ബാങ്ക് ഡ്രാഫ്റ്റ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ ബാങ്ക് ഡ്രാഫ്റ്റ് ഈസ് വാലിഡ് ഫോർ എ പീരീഡ് ഓഫ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. ബാങ്ക് ഡ്രാഫ്റ്റും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഒന്നാണ്. സെക്ഷൻ 85A ഓഫ് NA ആക്ട് 85Aയിലാണ്, NA ആക്ടിന്റെ 85Aയിലാണ് ഇത് പറയുന്നത്. എന്താണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്? ഇതൊരു ഓർഡർ ആണ്. ഒരു സെയിം ബാങ്കിന്റെ ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഒരു നിശ്ചിത തുക പേ ചെയ്യാനുള്ള ഒരു ഓർഡറിനെയാണ് എന്ത് പറയുന്നത്? ബാങ്ക് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം CSEBയിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്തിരുന്നു അല്ലേ? അന്ന് നമ്മൾ DD എടുത്തിട്ടുണ്ടാകണം. പലരും DD എടുത്തായിരിക്കും ക്യാഷ് അടച്ചിട്ടുള്ളത്. അപ്പോൾ കേരള ബാങ്കിന്റെ DD എടുത്തിട്ടില്ലേ? അതായത് ഒരു സെയിം ബാങ്ക് അവിടെ എന്തായിരുന്നു? കേരള ബാങ്ക് ആയിരുന്നു. അതിലെ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ച്, ചിലപ്പം ട്രിവാൻഡ്രത്തുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ കൊല്ലത്തുള്ള ഒരാൾ എന്ത് ചെയ്യും? ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ കേരള ബാങ്കിലേക്കായിരിക്കും അയക്കുന്നത്. കൊല്ലത്തെ കേരള ബാങ്കിൽ നിന്നും ട്രിവാൻഡ്രത്തുള്ള കേരള ബാങ്ക്. അവിടെ എന്താണ്? ബാങ്ക് സെയിം ആണ്, പക്ഷെ ബ്രാഞ്ച് വേറെയാണ്. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് 3 parties ആണ് നമ്മളെ DDയിലുള്ളത്. എന്തൊക്കെയാണ്? ഡ്രോയർ, ഡ്രോയി, പേയി. ഡ്രോയർ ആയിരിക്കും. ആ ഡ്രോയർ ആരായിരിക്കും? ഓൾവേസ് എ ബാങ്ക് തന്നെ ആയിരിക്കും. ഇതിന്റെ 3 ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ DD എന്ന് പറയുന്നത് പേബിൾ ഓൺ ഡിമാൻഡ് ആണ് അല്ലേ? നമ്മൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ചല്ലേ അത് പേ ചെയ്യുന്നത്. പേബിൾ ഓൺ ഡിമാൻഡ് ആണ്. ഒരു പ്രീപെയ്ഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ വളരെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കസ്റ്റമർ ആകണം എന്നില്ല. നമുക്കൊരു DD വേണമെങ്കിൽ നമ്മൾ കസ്റ്റമർ ആകണം എന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ DDയുടെ കാര്യത്തിൽ നിങ്ങൾ CSEBക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യം ആലോചിക്കുക. അപ്പം നിങ്ങൾക്ക് DD തെറ്റേയില്ല. അപ്പം നമ്മൾ കസ്റ്റമർ ആകണം എന്നില്ല. ഒരു പ്രീപെയ്ഡ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. പേയബിൾ ഓൺ ഡിമാൻഡ് ആണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റിന് ഏതൊക്കെ പേരിൽ അറിയപ്പെടും? ബാങ്ക് ഡ്രാഫ്റ്റ് എന്നും അറിയപ്പെടും. NA ആക്ടിൽ ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 85Aയിലാണ്. 3 parties ആണുള്ളത്. ഡ്രോയർ, ഡ്രോയി, പേയി. ഡ്രോയർ ആരായിരിക്കും? എപ്പോഴും ബാങ്ക് തന്നെ ആയിരിക്കും. പിന്നെ ഇതിന്റെ വാലിഡിറ്റി പീരീഡ് എത്രയാണ്? 3 months. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഡ്യൂ ബിഫോർ മെച്യൂരിറ്റി ഡേയ്സ്. ഇറ്റ് ഈസ് കോൾഡ് എ ഡിസ്കൗണ്ടിങ്, ബി റിട്ടയർമെന്റ്, സി ഡിസോണറിങ് ആൻഡ് ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി റിട്ടയർമെന്റ്. എന്താണ് ഇവിടെ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്? നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അതിൽ സെക്ഷൻ 5 NA ആക്ടിന്റെ സെക്ഷൻ 5ലാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 parties ആണ്. ഒന്ന് ഡ്രോയർ, ഡ്രോയി, പേയി. ഡ്രോയർ ആരാണ്? ക്യാഷ് കിട്ടാനുള്ള ആളാണ്. ഡ്രോയി ആരാണ്? ആരുടെ പേരിലാണോ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുന്നത് അയാളാണ് ഡ്രോയി. പേയി ആരാണ്? ആർക്കാണോ നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് അയാളാണ് എന്ത്? പേയി എന്ന് പറയുന്നത്. ഇവിടെ 3 മാസത്തെ കാലാവധി വെച്ചിട്ടാണ്, 3 മാസമാണ് വാലിഡിറ്റി പീരീഡ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ. പിന്നെ ഒരു 3 days കൂടെ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞ് കാണും. അപ്പൊ ഈ 3 മാസത്തിനുള്ളിൽ തന്നെ എന്താണ്, അയാൾ ഒരു 2 മാസം ആകുമ്പോഴത്തേക്ക് അങ്ങ് കൊടുക്കുകയാണ്, പൈസ അങ്ങ് കൊടുക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? റിട്ടയറിംഗ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 3 months ആണ്. 3 months കഴിഞ്ഞ് വരുന്ന ഒരു ഡേറ്റ് ആണ്. എന്നാൽ ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ റിട്ടയറിംഗ് ഓഫ് ബിൽ എന്ന് പറയും. ഇങ്ങനെ റിട്ടയറിംഗ് ഓഫ് ബില്ല് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഒരു ഹോൾഡർ, അതായത് ഈ ക്യാഷ് കൈ മേടിക്കുന്ന ക്യാഷ് ആർക്കാണോ കൊടുക്കുന്നത് അയാൾ എന്ത് ചെയ്യും? ഒരു ചെറിയൊരു ആനുകൂല്യം കൊടുക്കും, ഒരു കൺസെഷൻ കൊടുക്കും. കാരണം എന്താണ്? ഏർലി പേയ്മെന്റ്, നേരത്തെ പേ ചെയ്തല്ലോ. അപ്പൊ ആ ഒരു കൺസെഷനെ പറയുന്നതാണ് എന്ത്? റിബേറ്റ് എന്ന് പറയുന്നത്. കുറച്ച് പൈസ, ഇപ്പൊ 2 ലക്ഷമാണ് കൊടുക്കേണ്ടതെങ്കിൽ ഒരു 2 ലക്ഷം 3 മാസത്തിന് ശേഷമായിരുന്നു കൊടുക്കേണ്ടത്. അയാൾ എന്ത് ചെയ്തു? ഒരു 2 മാസം ആയപ്പോഴേ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ ഈ 2 ലക്ഷം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ കുറച്ചൊരു എമൗണ്ട്, ഒരു 5000 അല്ലെ 3000 എന്താണോ അവർ കുറയ്ക്കുന്നത് ആ ഒരു എമൗണ്ട് കുറച്ച് കൊടുക്കും. കാര്യം എന്താണ്? ഏർലി പേയ്മെന്റ്, നേരത്തെ തന്നെ അയാളത് തന്നല്ലോ എന്ന് കരുതി ഒരു ആനുകൂല്യം കൊടുക്കുന്നതാണ്. അത് കുറച്ച് കൊടുക്കുന്ന ആ പൈസയാണ് എന്ത് പറയുന്നത്? നമ്മൾ റിബേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതുണ്ട്, നമുക്കറിയാം ഡിസോണറിങ് ഓഫ് ബില്ല്. ഡിസോണറിങ് ഓഫ് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ പഠിച്ചത് റിട്ടയറിംഗ് ആണ്. റിട്ടയറിംഗ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് തന്നെ പേയ്മെന്റ് കൊടുക്കുന്നത്. എന്നാൽ ഡിസോണറിംഗ് ഓഫ് ബിൽ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ദ ബിൽ ഈസ് നോട്ട് പെയ്ഡ് ബൈ ദ ഡ്രോയി ആഫ്റ്റർ ഇറ്റ്സ് ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റ് ആയിട്ടും, അതായത് ഇവിടെ ഡ്യൂ ഡേറ്റ് 3 മാസം കഴിഞ്ഞ് വരുന്ന ഒരു ഡേറ്റ് ആണേ,
ആ ഡേറ്റ് ആയിട്ടും അയാൾ എന്ത് ചെയ്യുന്നില്ല, പൈസ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള ബില്ലിനെ നമ്മൾ ഡിസോണറിങ് ഓഫ് ബിൽ എന്ന് പറയും. പിന്നീട് വരുന്നത് ഇവിടെ ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എൻകാഷ്മെന്റ് ഓഫ് ബിൽ ബിഫോർ ഇറ്റ്സ് മെച്യൂരിറ്റി വിത്ത് ദ ബാങ്ക് ഈസ് കോൾഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ. എന്താ, ഇപ്പൊ നമുക്ക് 3 മാസത്തെ കാലയളവിൽ 2 ലക്ഷം രൂപ വെച്ചിട്ട് കൊടുക്കുന്നു. പെട്ടെന്ന് എനിക്കൊരു ആവശ്യം വരുന്നു. ആവശ്യം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ ബില്ല് കൊണ്ടുവന്ന് ബാങ്കിൽ കൊടുത്ത് എൻകാഷ് ചെയ്യും. ബാങ്കിൽ കൊടുത്ത് ക്യാഷ് മേടിക്കും എൻ്റെ ആവശ്യം. അപ്പൊ ഈ ബാങ്കുകാർ ഫുള്ള് 2 ലക്ഷവും തരുമോ? ഇല്ല. ബാങ്കുകാർ എന്ത് ചെയ്യും? അവരുടെ ഒരു എമൗണ്ട് ഉണ്ട്, അവരുടെ ഒരു സർവീസ് ഉണ്ട്. ആ സർവീസ് ചാർജ് അല്ലെങ്കിൽ അവരെ ഒരു എമൗണ്ട് എന്ത് ചെയ്യും? എടുക്കും. എടുത്തിട്ട് ആ എമൗണ്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. എടുത്തിട്ട് ചിലപ്പോൾ ഒരു 10,000 രൂപയെങ്ങാനും കുറച്ച് 1,90,000 രൂപയായിട്ടെങ്ങാനും തിരിച്ചു തരും അവർ. അപ്പം നമ്മൾ പെട്ടെന്നൊരു ആവശ്യം നമ്മുടെ നടക്കുകയും ചെയ്യും. എന്നാൽ ബാങ്കുകാർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്താണ്? ആ ഒരു ഡിസ്കൗണ്ട് എമൗണ്ട് ആണ്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. എന്താണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്? ബാങ്കിൽ കൊടുത്ത് എൻകാഷ് ചെയ്യുന്നത്. ഇതാണ് എന്ത്? നമ്മുടെ ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്. അപ്പൊ റിട്ടയറിംഗ് ഓഫ് ബില്ല് മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് തന്നെ പേയ്മെന്റ് കൊടുക്കുന്നത്. എന്നാൽ ഡിസോണറിംഗ് ഓഫ് ബില്ല് എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടും എന്ത് കൊടുക്കുന്നില്ല? പൈസ കൊടുക്കുന്നില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസോണറിംഗ് ഓഫ് ബില്ല് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറയുന്നത് പൈസയുടെ ആവശ്യം നമുക്ക് നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ കൊടുത്ത് എന്ത് ചെയ്യുന്നു? അത് എൻകാഷ് ചെയ്യുന്നതിനെയാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറയുന്നത്.